നമ്മൾ ഇന്ന് പറയുന്നത് കണ്ണുദോഷം പെട്ടാൽ, ഒരുപാട് എപ്പിസോഡ് നമ്മളത് ചെയ്തതാണ്, ഉഴിഞ്ഞെടുത്തത് എന്തൊക്കെ സാധനങ്ങളാണ്, അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ, ഉപ്പ്, വറ്റൽമുളക്, കടുക്. അതിൻ്റെ ആയിട്ടുള്ള കാര്യവും പറഞ്ഞുതരാം. അല്ലെങ്കിൽ വറ്റൽമുളക് എന്ന് പറഞ്ഞാൽ പുകയുന്ന സാധനമാണ് അല്ലേ. നമ്മൾ വറ്റൽമുളക് പറഞ്ഞാൽ അടുപ്പിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ തുമ്മും. ഉപ്പ് എന്ന് പറയുന്ന എല്ലാ സർവനാശം വിതയ്ക്കുന്ന എന്നാൽ നമുക്ക് ഏറ്റവും നല്ല ആരോഗ്യപരമായിട്ടുള്ള സാധനം. ഉപ്പ് കറിക്കകത്തൊക്കെ ഉപ്പ് ഏറ്റവും നല്ലതാണ്. എന്നാൽ ഉപ്പ് നമ്മൾ കുറെ നാൾ തറയിലൊന്നും ഇട്ട് നോക്കിക്ക് അവിടെ ദ്രവിച്ചു പോകും. അതാണ് ഉപ്പിന്റെ ശക്തി എന്ന് പറയുന്നത്. ഉപ്പ് നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്ന ഒരു സാധനമാണ്. അതുപോലെ കടുക്, നമ്മൾ കടുക് താളിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ പിന്നെ കടുക് വറക്കുമ്പോഴൊക്കെ, എണ്ണയിൽ വറക്കുമ്പോഴൊക്കെ പൊട്ടിത്തെറിക്കുന്ന കാണാം. പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓറയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വിഷമങ്ങളെ, നമ്മളെ താഴോട്ട് താഴ്ത്തുന്നതായിട്ടുള്ള വിഷമങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം, അല്ലെങ്കിൽ ദാഹം, അല്ലെങ്കിൽ കിടന്നു പോവുക, പിറ്റേ നിന്ദിക്കാൻ വരിക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഓറയിലേക്ക് അടുക്കുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ അതിസൂക്ഷ്മമായിട്ട് കിടക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും സാധനങ്ങൾ എടുത്ത് നമ്മുടെ ശ്വാസത്തെ തന്നെ ജലത്തിലൂടെ, പഞ്ചഭൂതാത്മകമായിട്ടുള്ള വിഷയമാണ്, ആ ജലത്തിലൂടെ തുപ്പുക എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം നമ്മൾ ക്ലോക്ക് വൈസിൽ ഒഴിഞ്ഞതിന് ശേഷം അതിനൊരു തുപ്പിയതിന് ശേഷം ഈ സാധനം നമ്മൾ അടുപ്പിലിടുമ്പോൾ ഇത് നമ്മുടെ ഓറയിലുള്ള ആ ഒരു സാധനം ഇത് മൂന്നും കൂടി കൂടുമ്പോൾ, ഇപ്പൊ നമ്മള് ഒരു ഗ്ലാസ് പാല് തന്നെ കുടിച്ചാൽ ചായ ആകത്തില്ല. പാലിൻ്റെ കൂടെ തേയില, അതിന് വേണ്ടതായിട്ടുള്ള ചൂടുവെള്ളം, പിന്നെ പഞ്ചസാര, ഇതൊക്കെ ചേർക്കുമ്പോഴാണ് അതൊരു ചായ ആകുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇത് മൂന്നും കൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലുള്ളതായിട്ടുള്ള ആ ഒരു മോശമായിട്ടുള്ള സ്ഥിതി, അല്ലെ മോശമായിട്ടുള്ള ഓറയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ബലഹീനത നമ്മളിൽ നിന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഉപ്പ്, മുളക്, കടുക് എല്ലാം ഒഴിഞ്ഞ് അടുപ്പിനകത്തിടുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടാണ്, വെടി ശബ്ദം, ഭട്ട് ഭട്ട് എന്ന് പറയുന്ന ശബ്ദം. അതുകൊണ്ടാണ് നമ്മൾ ഞെട്ടുക, സൗണ്ട് കേട്ടാണ് ഞെട്ടുക അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പോൾ നമ്മുടെ ഓറയിലുള്ളതും നമ്മുടെ അന്തരീക്ഷത്തിലുള്ളതായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് സംഭവിക്കും. ഒരു പ്രസന്റ് മൂഡ്, അല്ലെങ്കിൽ ഒരു പ്രസന്റ്, ഒരു പ്ലസന്റ്, സന്തോഷമായിട്ടുള്ള ഒരു എന്താ പറയുക, അതിന് സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ തളർന്നു പോകത്തില്ല അല്ലേ. ആഭിചാരം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിനെയും ശരീരത്തെയും എപ്പോൾ താഴെ പോകുന്നോ, എത്ര താഴെയാക്കുന്നോ, അതാണ് ആഭിചാര വിഷയമെന്നും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത്യുത്തമ ഫലമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും.